അർജന്റീനയും മെസ്സിയും ഈ വർഷം കേരളത്തിൽ എത്തുന്നു എന്ന വാർത്ത ആഘോഷമാക്കുകയാണ് ഫുട്ബോൾ ആരാധകർ. കാൽപന്ത് പ്രേമികളുടെ സിരകളിൽ ലഹരി പടർത്താൻ മെസ്സിയും സംഘവും എത്തുമ്പോൾ, ഫുട്ബോളിനെ ഇഷ്ടപ്പെടാത്ത മലയാളികളുടെ സിരകളിൽ ലഹരി പടർത്താൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നാടായ പോർച്ചുഗലിൽ നിന്നും ഒരു സംഘം എത്തുന്നുണ്ട്. ആ സംഘം മലയാളികളുടെ മനം മയക്കുമെന്നാണ് കണക്ക് കൂട്ടുന്നത്. ക്രിസ്ത്യാനോ റൊണാൾഡോ എന്തായാലും ഇങ്ങോട്ടേക്ക് വരുന്നില്ല. പകരം പോർച്ചുഗീസ് ബിയറാണ് എത്താൻ പോകുന്നത്. പോർച്ചുഗലിൽ നിന്നുള്ള ബിയർ ഐറ്റങ്ങൾ ഇറക്കി ബിയർ പ്രേമികളെ കയ്യിലെടുക്കാനാണ് ബീവറേജസ് കോർപ്പറേഷൻ ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. പോർച്ചുഗലിനെ കൂടാതെ എസ്റ്റോണിയ എന്ന രാജ്യവും തങ്ങളുടെ ബിയർ ബ്രാൻഡുകൾ കേരളത്തിൽ വിൽക്കാനായി ബീവറേജസ് കോർപ്പറേഷനെ സമീപിച്ചിട്ടുണ്ട്. ഇതിനായി ധനകാര്യ വകുപ്പിൻ്റെ അനുമതി പ്രതീക്ഷിച്ച് നിൽക്കുകയാണെന്ന് ബെവ്കോയുടെ മാനേജിംഗ് ഡയറക്ടർ ഹർഷിത അട്ടല്ലൂരി പറയുന്നു. പോർച്ചുഗലിൻ്റെയും എസ്റ്റോണിയയുടെയും എംബസി ഉദ്യോഗസ്ഥർ ഈയിടെ ബെവ്കോ സന്ദർശിച്ചാണ് വിൽപ്പനയ്ക്ക് അനുമതി തേടിയത്. ഇപ്പോൾ വിദേശ മദ്യവും വിദേശ നിർമ്മിത വൈനും ബെവ്കോ വിൽക്കുന്നുണ്ട്. എന്നാൽ വിദേശ നിർമ്മിത ബിയർ വിൽക്കുന്നില്ല. വിദേശ ബ്രാൻഡ് ബിയറുണ്ട്, പക്ഷേ അത് ഇവിടെ തന്നെ നിർമ്മിക്കുന്നതാണ്. ഇതിനായി കോർപ്പറേഷൻ നൽകിയ അപേക്ഷ എക്സൈസ് വകുപ്പ് അംഗീകരിച്ചിട്ടുണ്ട്. ഇനി ധനകാര്യ വകുപ്പ് വിദേശ ബിയറിൻ്റെ നികുതിയുടെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയെടുക്കണം. അതെല്ലാം കഴിഞ്ഞതിന് ശേഷമേ കോർപ്പറേഷന് വിദേശ ബിയർ വിൽപ്പന തുടങ്ങാൻ സാധിക്കൂ. പോർച്ചുഗലും എസ്റ്റോണിയയും അവരുടെ ബിയർ മാത്രമല്ല, കൂടെ മദ്യവും വൈനും ഇവിടെ വിൽക്കാൻ അനുമതി തേടിയിട്ടുണ്ട്. താൽപ്പര്യമുള്ള കമ്പനികളോട് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയെന്നാണ് MD ഹർഷിത അട്ടല്ലൂരി പറയുന്നത്. വിദേശ മദ്യം, വിദേശ നിർമ്മിത വൈൻ എന്നിവയുടെ വിൽപ്പന കേരളത്തിൽ കൂടി വരികയാണ്. ഈ സാമ്പത്തിക വർഷം ഓഗസ്റ്റ് 3-ാം ആഴ്ച വരെ 1.14 ലക്ഷം കേസ് മദ്യം വിറ്റുപോയി. മുമ്പത്തെ വർഷം ഇതേ കാലയളവിൽ 1.04 ലക്ഷം കേസുകളാണ് വിറ്റത്. 9 ലിറ്റർ മദ്യമാണ് ഒരു കേസ് മദ്യം എന്ന കണക്ക് കൂട്ടുന്നത്. ലിറ്ററിൻ്റെ ബോട്ടിലായാലും ചെറിയ കുപ്പിയിലായാലും 9 ലിറ്റർ വിൽക്കുമ്പോൾ അതൊരു കേസ് മദ്യം വിറ്റതായാണ് കണക്ക് കൂട്ടുന്നത്. അതേപോലെ ടൂറിസം കേന്ദ്രങ്ങളിലെ ഹോട്ടലുകളിൽ ഇൻസ്റ്റൻറ്റ് ബിയർ വിൽക്കാനും ബെവ്കോ അനുമതി തേടിയിട്ടുണ്ട്. ഡ്രാഫ്റ്റ് ബിയറിനും ക്രാഫ്റ്റ് ബിയറിനും അനുമതി നൽകണമെന്നാണ് ബെവ്കോയുടെ ആവശ്യം. ടൂറിസം കേന്ദ്രങ്ങളിലെ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും ഇത് വിൽക്കാൻ അനുമതി നൽകിയാൽ അധിക വരുമാനമുണ്ടാകുമെന്നാണ് ബെവ്കോ പറയുന്നത്. ഡ്രാഫ്റ്റ് ബിയർ എന്നറിയപ്പെടുന്നത് സാധാരണ ബിയർ പോലെ കുപ്പിയിലോ ക്യാനിലോ അല്ല എത്തിക്കുന്നത്. ബ്രൂയിങ് മെഷീനിൽ നിന്ന് പൈപ്പുകൾ വഴിയാണ് ഇത് സപ്ലൈ ചെയ്യുന്നത്. സീൽഡ് ടാങ്കിൽ സൂക്ഷിക്കുകയും ഹോട്ടലുകളുടെ കൗണ്ടറിൽ സ്ഥാപിക്കുന്ന മെഷീനിൽ നിന്ന് ടാപ്പ് തുറന്ന് നേരെ ജാറിലേക്ക് എടുക്കുന്നതാണ് ഇതിൻ്റെ രീതി. 4% മുതൽ 6% വരെ ആയിരിക്കും ഇതിൻ്റെ ആൽക്കഹോൾ കണ്ടൻറ്റ്. പരമ്പരാഗതമായ വലിയ ബ്രൂവറികൾ അല്ലാതെ ക്രാഫ്റ്റ് ബ്രൂവറികളിൽ, അതായത് ചെറിയ ബ്രൂവറികൾ നിർമ്മിക്കുന്ന ബിയറാണ് ക്രാഫ്റ്റ് എന്ന് അറിയപ്പെടുന്നത്. ചെറിയ അളവിൽ ബിയർ ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങളാണ് അതെല്ലാം. പലതരം ഫ്ലേവറുകൾ അതിലുണ്ടാകും. ഭൂരിഭാഗം ക്രാഫ്റ്റ് ബിയറുകളിലും ഈസ്റ്റ് ചേർത്ത് പുളിപ്പിച്ചാണ് ഈഥൈൽ ആൽക്കഹോൾ ഉണ്ടാക്കുന്നത്. ക്രാഫ്റ്റ് ബിയറിലെ ആൽക്കഹോൾ കണ്ടൻറ്റ് 5% മുതൽ 10% വരെയാണ്. വീര്യം കുറഞ്ഞ മദ്യം വിൽക്കുന്നതിൽ സർക്കാർ നിലപാട് അനുകൂലമായതിനാൽ ഇൻസ്റ്റൻറ്റ് ബിയർ വിൽക്കാൻ ഉടനെ അനുമതി ലഭിക്കുമെന്നാണ് ബെവ്കോയുടെ പ്രതീക്ഷയും.